ലിവിങ് റൂം ബ്ലൂ കൗച്ചസും എന്താ ഇവിടെ ക്ലോക്ക്, ഇവിടെ ഫാനും ഇതുമുണ്ട്. പിന്നെ കോട്ടാങ്ങർസ് ഉണ്ട് ഇവിടെ. ഇതുണ്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ഇവിടെ ബാത്റൂം ഉണ്ട്, ബാത്റൂമിൽ സിങ്കും എല്ലാം ഉണ്ട്. ഇത് ബക്കറ്റാണ് സാത്തിക്ക് കുളിക്കാൻ. എന്നിട്ടും എന്തുവാ ഇത് ടോയ്ലറ്റ്, ഇത് എക്സോസ്റ്റ് ഫാനാണ്. മാറ്റം പോകാം സത്യം പേടിപ്പിക്കാൻ. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കിച്ചണുണ്ട്, കിച്ചണിൽ ഫ്രിഡ്ജുണ്ട്. ഇവിടെ ചെറിയ ഐസ് കട്ടകളും വെള്ളവും വരും. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ സ്റ്റൂവിലെ സാധനങ്ങളും, ഇവിടെ എന്തോ കിച്ചൺ സാധനങ്ങളൊക്കെ ഇത് ഉണ്ട്. പാത്രങ്ങളും യൂട്ടൻസിൽസ് എല്ലാം ഇവിടെ വെച്ചേക്കുന്നത്. ഇത് എന്തോ ഇങ്ങനെ. എന്നിട്ട് മേലോട്ട് വരുമ്പോൾ ഇവിടെ ചെടിയുണ്ട്, ഷെൽഫുണ്ട്. ഇതുണ്ട് വെളിയിലോട്ട് നോക്കാൻ. ഇങ്ങോട്ട് വരുമ്പോൾ ഹിഷ്മയുടെ ബെഡ്റൂം ഉണ്ട്. ഇവിടെ സ്മോൾ ഹിഷ്മന്റെ ഋതികയുടെ ബെഡ്റൂമാണ് തരമീനത്. അയ്യോ എൻ്റെ മൗസ്. എന്നിട്ട് ഇത് ബാത്റൂമാണ്. ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. പിന്നെ എന്തുവാ ഇവിടെ ഷവറുണ്ട്. പിന്നെ ഇവിടെ എന്താ കാർപ്പറ്റ് ഉണ്ട്. ഇവിടെ ഗാർഡനിങ് കുന്തങ്ങളുണ്ട് ചെറിയ ഹൈറ്റിൽ. വെള്ളം ഇങ്ങോട്ട് ഇരിക്കുക. ടോയ്ലറ്റിൽ നിന്ന് വീഴുന്ന വെള്ളം മാത്രമേ ഇവിടെ വരത്തുള്ളൂ ഈ കാർപ്പറ്റിൽ. എന്നിട്ട് കൈ കഴുകാൻ ഇവിടെ തോർത്തുണ്ട് തുടയ്ക്കാം. അപ്പം തറയിലിടണ്ട. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഋതികയുടെ റൂമുണ്ട്. ഇവിടെ ചെറിയ ബെഡാണ്, പക്ഷെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടുത്തെ എന്തുവാ ഇതാണ്. പിന്നെ അത് അവിടുത്തെ ഇതാണ്. പിന്നെ ഇവിടെ അല്ല, അത് കാർപ്പറ്റാണ്. ഇതൊക്കെ കാർപ്പറ്റാണ്, അത് ഓർത്ത്. ഇതും കാർപ്പറ്റാണ്. ഇങ്ങോട്ട് വരുമ്പോ കുഞ്ഞിന്റെ മുറി മാത്രമേ ഉള്ളൂ ബാത്ടബ് ഉള്ളത്. ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ചെറിയ വെളിയിലോട്ട് പോകുന്ന ഒരു സ്ഥലമുണ്ട്. ഈ വെളിയിലോട്ട് പോകുന്ന ഒരു ചെടിയുണ്ട്. ഇവിടെ ഇങ്ങനെ കാറ്റ് വരുന്നതിന്റെ വെളിയാണ് കാണിക്കുക. അവിടെ ബീഹൈവ് ഉണ്ട്, ബീസ് പിടിപ്പിക്കാൻ. പക്ഷെ അവർ ഫ്രണ്ട്ലി കുത്തത്തില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലിട്ടുന്ന ആടാണ്. ഇങ്ങോട്ട് വലിയ മരമുണ്ട്, ഭയങ്കര വലുത്. 2000 years വരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്തുവാ year 25 വെച്ചതായി മരം. ഇപ്പൊ 2000 വർഷങ്ങളായി അതിരുന്നിട്ട്. എന്നിട്ട് ഇവിടെ സേഫ് ഉണ്ട് സാത്തിൻ്റെ ചോദിക്കുന്നത് എൻ്റെ ട്രാജിക് ഇൻ്റർജോ ഇരുന്നതുപോലെ. എന്നിട്ടും ഇതൊരു നൈറ്റ് ലൈറ്റാണ്. പിന്നെ ഇതിൻ്റെ ബെഡ് ഇത് എവി. ഇത് ഒരു തുണി തറയിൽ കിടക്കുന്നത്. ഇത് ഇവരാണ്. എന്നിട്ട് ഇത് കാറ്റിയാണ്. ഇത് അവിടുത്തെ ബാഗിലത്തെ ഷെൽഫാണ്. പിന്നെ ഇത് ബാറ്റബ് സോപ്പ് സാധനങ്ങളായത്. ഇത് കണ്ടീഷണർ, ഇത് സോപ്പ്, ഇത് സോപ്പ്, ഇത് ഷാമ്പു. വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതുണ്ട് തുണി. എന്നിട്ട് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, ഡോർ തുറന്ന് ബാത്റൂമൊക്കെയാണ്. എന്നിട്ടും ഒരു എന്താ സിങ്ക് ഉണ്ട് അവിടെ. പിന്നെ അത്രയുള്ള എൻ്റെ വീട്. അല്ല, താഴോട്ട് ഇവിടെ തുണികൾ തൂക്കിയിരുന്ന. പിന്നെ ഇവിടെ എന്താ ക്ലോത്ത് അടുക്കി വെച്ചിരിക്കുന്നത്. ലോണ്ട്രി. ഇവിടെ ലോണ്ട്രിയുടെ പടമാണ്. എന്നിട്ട് എന്താ ലോണ്ട്രി ചോദിക്കുന്ന മെറ്റീരിയലാണ്. എന്നിട്ട് ഇവിടെ എന്താ എന്നിട്ട് ഇത് ഡ്രയർ, ഇത് വാഷിംഗ് മെഷീൻ. ഇത് ഇങ്ങോട്ട് വെച്ചേക്കുക. ഇത് പ്യുവർ സിൽവറാണ്. എന്നിട്ട് പ്യുവർ ഗോൾഡ് ആണ്. ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്താൽ ഇവിടെ കയറാണ്. ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്താൽ ഇവിടെ കയറാണ്. എന്നിട്ട് ഇവിടെ എല്ലാം 1000-ന്റെ നോട്ട്സ് ആയിരിക്കും. എന്നിട്ടിത് ഗോൾഡ് ബാർസ് ആണ്. ഇതേതോ അധോലോക നായകന്റെ വീടാട്ടോ. എന്നിട്ട് വെളിയിലോട്ട് വരുമ്പോ ഇങ്ങനത്തെ ഇവിടെ സെന്റ് നടക്കാൻ. പിന്നെ ഇവിടെ ഒരു ചെറിയ മരമാണ് ഇപ്പൊ വെച്ചത്. ഞാൻ റോസ് വരയ്ക്കാൻ അറ്റംപ്റ്റ് ചെയ്ത് കൂട്ടായി. ഇത് ഗ്രാസ്, ഇത് ഹോസ്, ഇത് ഗ്രാസ്, ഇത്
റോസ്, ഇത് ഗേറ്റ്, ഇത് പിന്നെ ഒരു ബുഷ്. പിന്നെ വണ്ടി ഓടിച്ച് ഇപ്പുറത്ത് പോകുമ്പോൾ ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലിൽ ആരും വരുമ്പോൾ ഒരു ഓമനുണ്ട് പനിയൊക്കെ മാറുന്നതിന് പ്രാർത്ഥിക്കാൻ. പിന്നെ ഒരാളിവിടെ ഇരിപ്പുണ്ട്. പിന്നെ എന്തുവാ ഇങ്ങോട്ട് നടന്ന ഒരു കവിച്ചണ്ടിരിക്കാൻ. പിന്നെ ഇവിടെ ഒരു മേലെന്തൊക്കെയാന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ മേലോട്ട് പോകുമ്പോൾ ലിഫ്റ്റ് ആണോ? ലിഫ്റ്റ് കൊള്ളാത്ത പോലെ ഇരിക്കുന്നത്. ലിഫ്റ്റ് മേലോട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട്. ഞാൻ റോബ്ലോക്സിൽ കോപ്പി ചെയ്ത് വെച്ച്. എന്നിട്ട് ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. എന്നിട്ട് ചെടിയെ നോക്കി കരയാൻ. എന്നിട്ട് ഇവിടെ ഡോർ തുറന്ന് ഇങ്ങോട്ട് എന്താ സർജറി റൂം. ഇവിടെ സർജറിക്ക് മുമ്പേ ചത്തുവത്തില്ലെന്ന് അറിയാൻ പ്രാർത്ഥിക്കാനുള്ളതാണ്. ഇവിടെ ആളുണ്ട്, ആളായിരിക്കും സർജറി ചെയ്യുന്നത്. മേളോട്ട് പോകുമ്പോൾ ഇതൊരു സ്കെലറ്റൻ്റെ ബോഡിയാണ് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് എല്ലാ ബോണും കയ്യിലെ സിംഗിൾ ബോൺ ഒടിഞ്ഞ, കാലിലും കയ്യിലും എല്ലാ ബോണും ഒടിഞ്ഞ ഇതാനുള്ള ഫുള്ളായിട്ടുള്ള കാസ്റ്റാണ് ഇത്. 100 ദിവസത്തേക്ക് പക്ഷെ കുളിക്കണ്ട. എന്നിട്ട് ഇവിടെ ഹോസ്പിറ്റൽ ബെഡ്സ് ഉണ്ട്. എന്നിട്ട് ഇപ്പുറത്ത് വരുമ്പോൾ പെട്രോളിയം പെട്രോൾ പമ്പിന്റെ പേര് ഞാൻ ഇട്ട പക്ഷെ പെലി. എന്നിട്ട് ഇവിടെ ഡീസലും ഉണ്ട്, പെട്രോളും ഉണ്ട്. ഇലക്ട്രിക് ഇല്ലയോ? ഇലക്ട്രിക് വേണ്ടേ? ചാർജിങ് സ്റ്റേഷൻ വേണ്ടേ? ചാർജിങ് സ്റ്റേഷൻ അപ്പുറത്തോടെ വീട്ടിലുണ്ടല്ലോ ചാർജിങ് സ്റ്റേഷൻ. അങ്ങോട്ട് ഇവിടെ ടോയ്ലറ്റ് ഇവിടെ നിന്ന് മാറ്റം വരുന്നു. എന്നിട്ട് ഇത് സ്കൂളാണ്. ഇവിടെ ഞാൻ തലതിരിച്ചെഴുതിയേക്കുന്ന ഇവിടെ നേരെ ഇത് ഞങ്ങളുടെ സ്കൂളിൽ ആക്ച്വൽ ഓർഡറാണ്. ഇവിടെ ഇനിയും ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷെ 2 സ്മോൾ ആ ക്ലാസ്സിന്. എന്നിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പാണ് അങ്ങോട്ട് മേളോട്ട്, അതുകൊണ്ട് അവിടെ ക്ലാസ് ഇല്ല. എന്നിട്ട് ഇത് ബസ്സുകളാണ്. എൻ്റെ ബസ് നമ്പർ 19 എന്നിട്ട് സാധ്യ റിക്വസ്റ്റ് ചെയ്ത് 14. എന്നിട്ട് അപ്പുറത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് ഓഫ് ചെയ്തില്ലേ? വെള്ളം ഓഫ് ചെയ്തില്ലേ? ഇല്ലെന്തോ അല്ല. എന്നിട്ട് ഇവിടെ സൈൻ എഴുതിയിട്ടുണ്ട്. കോനട്ട് ഇവിടെ എന്തോ ഇങ്ങനെ കോഷൻ നാറ്റമാണ് വേൾഡ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഡയറി പ്രോഡക്ട്സ് ഉണ്ട്. പക്ഷെ മേളിൽ ഒതുക്കിട്ടു അവിടെ മീറ്റിംഗ് സ്ഥലമായിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ ബാക്കിയില്ല. ഇവിടെ ചെറിയ മറ്റേ എഗ്സ് ഉണ്ട്. ഇത് നോർമൽ ചിക്കൻ എഗ്സ്, ഇത് മിൽക്ക്, ഇത് ഗ്ലാസ്ഡ് മിൽക്ക്. ഇത് ഇവർക്ക് പോയിസണസ് ആണെന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടെ വേറെ ടൈപ്പ് ഓഫ് മിൽക്കുണ്ട്. എന്നിട്ട് ഇത് ചോക്ലേറ്റ് മിൽക്കാണ്. എന്നിട്ട് ഇവിടെ എന്തുവാ കർഡിൻ്റെ ഇങ്ങനെ ചെറിയ ബോക്സ്. ഇത് സ്മോൾ എഗ്സ് ആണ് ഇവിടെയൊക്കെ. പിന്നെ ഇവിടെ കോഷൻ. എന്നിട്ട് ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇവിടെ പേ ചെയ്യാനുള്ള സ്ഥലം. എപ്പോഴും ഇവിടെ ഒരു ബിഗ് ലൈനായിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. പേ ഹിയറൊന്നും കൊടുത്തേക്കുന്നു. ചിലർക്ക് ഇത്ര ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ ഒന്നും കാണാനൊക്കെ പറ്റും. എന്നിട്ട് ഇത് നോർമൽ ഏറിയാണ്. അതുകൊണ്ട് മേളിലോട്ട് ഒരു വലിയ വഴി പോകുമ്പോൾ ഇവിടെ ഫാർമിംഗ് അല്ല. എന്നിട്ട് ഇവിടെ മിൽക്ക്. എന്നിട്ട് ഇവിടെ ചിക്കൻ എഗ്സ് ഉണ്ട്. ഇവിടെ എന്തുവാ ചെറിയ മറ്റേ ഭയങ്കര ചെറിയ എഗ്സ് ഉണ്ട്. അത് റിയലി എക്സോട്ടിക് ആണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ എഴുതിയേക്കും എന്തൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ. എന്നിട്ട് ഇവിടെ സൂഷിയും ചിക്കൻ്റെ മീറ്റും ഒക്കെ പല സാധനങ്ങളിരിക്കുക. അല്ല, ഇവിടെ ചിക്കൻ്റെ മീറ്റുകൾ ഇവിടെ ഇരിക്കുക. ചിക്കൻ്റെ മീറ്റ്, ചിക്കൻ്റെ മീറ്റും കവിൻ്റെ മീറ്റും എല്ലാം ഉണ്ട് ഇവിടെ. എന്താ ഇത് ഫിഷ്, ഇത് സൂഷി, ഇത് വേറെ ടൈപ്പ് ഓഫ് സൂഷി, ഇത് വെറൈറ്റി എക്സോട്ടിക് ഫിഷസ്. പിന്നെ വേറെ ജെല്ലി ഫിഷ്, ക്രാബ്, കൊഞ്ചൊക്കെ അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എഴുതിയേക്കും എന്തൊക്കെയാണ് മേളിലൊക്കെ. ഇവിടെ ഓരോ നമ്പേഴ്സൊക്കെ പ്രസൻ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഇവിടെ കൊടുത്തായിട്ട് എഴുതിയിട്ടുണ്ട്.
അതൊരു ചെക്കൗട്ട് ലേഡിയാണ്. എന്നിട്ട് ആ ലേഡി എന്നിട്ട് ഇവിടെ ഡിസ്പ്ലേക്ക് മീനും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പുറത്ത് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു ബ്രോക്കൺ ഡൗൺ കാർണിവളുണ്ട്. ഇവിടെ ഇതൊക്കെ ഇങ്ങനെ വരുന്നു. എന്നിട്ട് ഇതൊക്കെ വയ്യൊക്കെ ഒന്ന് ശരിയായി ഫുഡ് പോയിസണസ് ഇയാൾ ചത്ത് കിടക്കുക. എല്ലാം ട്രാജിക്കളായി കാർണിവളിൽ. ഇന്നലെ എന്നെ കാണിച്ചില്ലല്ലോ ഇത്. ഇത് ഞാൻ ഇന്ന് വരച്ച. ഇനി അപ്പുറത്ത് ഈ സൈഡ് എന്നിട്ട് ഇവിടെ ഫാർമുണ്ട്. ഇവിടെ ആപ്പിൾ ട്രീസ് ഉണ്ട്. ഇത് കൗവിൻ്റെ ഏറിയാണ്. ഇവിടെ കൗവിനെ തിന്നാനൊക്കെ ഇവിടെ നിന്ന് മിൽക്ക് കിട്ടാം. ഇത് ഇങ്ങനെ ബാർന്നാണ്. ഇവിടെ നിന്ന് കൗവിനെ പിടിച്ചെടുക്കുക. എഗ്ഗിന് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് എഗ് വില്ലാണ്. എഗ് മുട്ടകളുള്ള വില്ല്. എന്നിട്ട് ഇത് ഇങ്ങനെ ക്യാരറ്റാണ്. ക്യാരറ്റിൻ്റെ ഈ സാധനം ഇങ്ങനെ നിൽക്കുന്ന ഇത് അണിയൻ്റെ മറ്റൊരു വലിയ സാധനം അത്. പിന്നെ ഇത് കാബേജസ് ആണ്. എന്നിട്ട് ഇവിടെ ആപ്പിൾ ട്രീസ്. എന്നിട്ട് ഇവിടെ 2-3 സീഡ്സ്. ഇവിടെ പുതിയ ക്രോപ്സ് ഒക്കെ വെക്കാൻ. പിന്നെ ഇവിടെ ഒരു വാട്ടറിങ് ഹോസ് അല്ലേ ഇത്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ മെഡിക്കൽ സ്റ്റോർ. പിന്നെ ഗ്രൂപ്പൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ വേറെന്താ എഴുതിയ നോക്കിയാണ്. എന്താണ്ടോ മേള. എന്നിട്ട് ഇങ്ങനത്തെ സ്റ്റെപ്പ് ഇങ്ങനെ പോകും. ഇത് എലിവേറ്റർ അല്ല. ഇനി എലിവേറ്റർ നോക്കും മേളിലോട്ട് പോകണം. അതാ ഈ സൈഡ്. എന്നിട്ട് ഇത് ഇങ്ങോട്ട് നടന്നു പോകണം. ഇവിടെ അച്ചിട്ടാൽ ഓരോ മെഡിസിൻസ്. മറ്റേ റെഡ് മെഡിസിൻ ഇവിടെ എഴുതി വെച്ചേക്കണം. ഏത് മെഡിസിൻ. Can I help with something എന്ന്. റോബോട്ടാണോ? അല്ല. Can I? Hi. കുഴപ്പമില്ല പോട്ടെ. Hi, may I help with something എന്നുണ്ടോ. ഇവിടെ ഒരു മാസ്ക് ഇട്ടാളെ പനിയുള്ളവരെല്ലാം വരുന്നത്. ഇയാൾക്ക് ഇച്ചിരി വട്ടുള്ളയാണ്. അതുകൊണ്ട് അതൊരു മാസ്ക് ഒന്നും ഇടത്തില്ല. ഒരു റോബോട്ടിനെ പോലെ ആക്ട് ചെയ്യും. പിന്നെ ഇത് മോർ മെഡിസിൻസ് ആണ്. പിന്നെ ഇങ്ങോട്ട് പോയാൽ ലൈബ്രറി ഉണ്ട്. ലൈബ്രറിക്ക് കുറവൊന്നുമില്ല. കുറേ ബുക്സ് ഉണ്ട്. പിന്നെ എന്നിട്ട് ഇവിടെ ലൈബ്രറിയൻ ഉണ്ട്. ലൈബ്രറിയൻ്റെ കയ്യിൽ ഇങ്ങനെ ഓരോ ബുക്സ് ബോറോ ചെയ്യത്തില്ല. അത് ഇന്ന ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചിടണം. അതായി കമ്പ്യൂട്ടർ ചെയ്യാൻ ആൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇച്ചിരി കമ്പ്യൂട്ടേഴ്സ് വേണമായിരുന്നു. പക്ഷെ ഞാൻ വരയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവിടെ ചില ബുക്സ് ചിലവരിങ്ങനെ ബോറോ ചെയ്തിട്ട് കൊടുത്ത്. എന്നിട്ട് ഇവിടെ ഒരു ലാഡർ ഉണ്ട് ഇങ്ങനെ നോക്കാൻ. പിന്നെ ഒരു ലാഡർ ഇങ്ങനെ. പിന്നെ ഇവിടെ ചിലർ വായിച്ചിട്ട് വെച്ച ബുക്സ് ഇനി രാത്രിയാകുമ്പോൾ ഇയാൾക്ക് വന്ന് ഇത് കളക്ട് ചെയ്ത് പിന്നെ ഇവിടെ ഇങ്ങനെ വെക്കണം. പിന്നെ ഇപ്പുറത്തോട്ട് തിരിക്കുമ്പോൾ ഒരാളുടെ വീടുണ്ട്. വേറൊരാളുടെ ഇവിടെ 2 ഡോറും ഇങ്ങനെ. എല്ലാം ഹൈവേയുടെ സൈഡിലാ ഇല്ലയോ? ഹൈവേ അല്ല, റോഡ്. എന്നിട്ട് ഇതും ഇങ്ങനെ ചെറിയ വെച്ച് വലിയ വെച്ച്. ഇത് കിച്ചൺ. ഇത് ഫ്രിഡ്ജ്. ഇവിടെ മുതൽ ഞാൻ കളർ ചെയ്യാൻ മറന്നുപോയി. ഞാൻ അത് ഇന്ന് വെച്ച്. ഇത് ഇന്നലെ വെച്ച് സുന്ദാമെടുത്ത്. എന്നിട്ടും മേലോട്ട് വരുമ്പോൾ ഒരു ചെറിയ ചെടി. പിന്നെ ഒരു ബാത്റൂമൊക്കെ ഉണ്ട്. പിന്നെ മേലോട്ട് വരുമ്പോൾ ഇത് കുട്ടികളുടെ റൂമാണ്. കുട്ടികൾ മാത്രമേ ഇവിടെ ഇരിക്കത്തുള്ളൂ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ AC ഉണ്ട്. എയർ കണ്ടീഷനിങ് ഇങ്ങനെ എല്ലായിടത്തും ആക്കുന്നു. അവരുടെ ബില്ല് ഭയങ്കര വലുതാണ്. ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഹാമൊക്കെ ഉണ്ട് ഇങ്ങനെ തൂങ്ങി കിടക്കാൻ. അവർക്ക് ചാടിക്കയറാൻ. ഇവിടെ ഒരു ട്രാംപോളിൻ ഉണ്ട്. എന്നിട്ട് മേലോട്ട് വരുമ്പോ ബാത്റൂം സ്റ്റെപ്പ്. ഇത് ബാത്റൂം. ഇങ്ങനെ നടന്നു വരുമ്പോ ഇതൊരു ലാഡറാണ്. ഇങ്ങനെ കയറി വരുമ്പോ ബാത്ടബ്, ടോയ്ലറ്റും ഇത് വാഷ് ബേസിൻ.
എന്നിട്ട് ഇതുവഴി പിന്നെ താഴെ പോകും. പക്ഷെ ഇതുവഴി നനയണമെങ്കിൽ കുളിക്കണമെങ്കിൽ ഇതുവഴി സൈഡിൽ കയറിയിട്ട് ഇതിൽ കയറാം. ഇവിടെ ഫിഷും ജെലി ഫിഷും മാത്രമേ ജീവിക്കത്തുള്ളൂ. ഇങ്ങനെ ഇവിടെ കയറി കളിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ മീൻ കിട്ടുന്നുണ്ട്. ഒരു പൂൾ/പോണ്ടാണ്. എന്നിട്ട് ഇവിടെ എന്താ ഇങ്ങനൊരു ഹോസ്, ഇതിന് വെള്ളം ഒഴിക്കാനാണ് തോന്നുന്നു. ഇവിടെ AC. പിന്നെ എന്താ ഇവിടെ ഒരു എന്തുവാ ഇങ്ങനത്തെ ഇതൊരു റെസ്റ്റോറൻറ്റ്. ഇവിടെ പാർക്കിങ്. ഇത് സ്റ്റാഫ് ഓൺലി, അതുകൊണ്ട് കാണിക്കത്തില്ല. എന്നിട്ട് മേളിലോട്ട് വരുമ്പോൾ നൈസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ ടോയ്ലറ്റാണ്. ടോയ്ലറ്റിനൊരു ക്ഷാമവും ഇല്ല. കേക്ക്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇതായിരുന്നു എന്താ വാഷ് ബേസൊക്കെ. ഇവിടെ AC ഉണ്ട്. അവിടെ എക്സ്പെൻസീവ് ആണ്. എന്നിട്ട് പക്ഷെ ലിഫ്റ്റ് പോലും ഇല്ല. അവരെല്ലാവരും ഗുച്ചി ഷിനൽ ബാഗ്സിന് വേണ്ടി മാത്രമായി ബിസിനസ് നടത്തുന്നത്. അല്ല, ഗുച്ചി ഷിനൽ ബാഗ്സിനും വേണ്ടിയാണ്. ഷിനൽ ബാഗ്സ് വേറൊരു കമ്പനി അങ്ങനത്തെ. എന്നിട്ട് ഇത് പാർക്കിങ്, കുറെ പാർക്കിംഗ് ഉണ്ട്, പക്ഷെ ആൾക്കാരില്ല. പാർക്കിംഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത് ഹാറ്റ് തൂക്കിയിട്ടേക്കുവാന്ന്. ശരി പാർക്കിംഗ് വായിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഇവിടെ ഒരു എന്താ ബ്യൂട്ടി സലോണാണ്. എന്നിട്ട് ഇവിടെ നിന്ന് മേളോട്ട് ഒരു സ്റ്റെപ്പ് വരയ്ക്കാൻ പറഞ്ഞു. അൺഎക്സ്പെക്റ്റഡ് രാജ്യമായത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ സപ്ലൈസ് ഇങ്ങനെ വെക്കുക. ഇവിടെ ഒരു ചിലന്തിയുണ്ട്, വേറെ ഒന്നുമില്ല. എന്നിട്ട് വെറും യൂസ് ചെയ്യാത്ത റൂമാണോ? അവര് യൂസ് ചെയ്യാത്ത. ഇവിടെ എല്ലാം താഴെയുണ്ട്. എന്നിട്ട് അവർ ഈ റൂമിനെ പറ്റി മറന്നുപോയി. പക്ഷെ അവർ ഈ റൂമിന് റെന്റ് കൊടുക്കുന്നില്ല. ഇനി എന്താ ഇവിടെ എനിക്ക് ഇച്ചിരി വരയ്ക്കാൻ ഇഷ്ടമല്ലായിരുന്നു. എന്താ ഞാൻ വരച്ചു പോയി, പക്ഷെ ഇനി മായ്ക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു ബിഗ് ഡോർ, അത്ര സ്പേസ് കവർ ചെയ്യാൻ. TV ഷോപ്പ് എന്തോ iPhone 16 ഇങ്ങനെ മൊബൈലിന്റെ ഷോറൂം. ഇതൊക്കെ വാങ്ങിക്കാനൊക്കെ. ഇത് വേറെ അമ്മയുടെ ഫോണ്. എന്നിട്ടും ഇത് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഇവിടെ. എന്നിട്ട് ഇതൊരു TV. എന്നിട്ട് ഇവിടെ ഒരു സാസി ലേഡി ഇരിക്കുന്നു. ശശിയാ? സാസി ലേഡി ഇരിക്കുക. എന്നിട്ട് ഇവിടെ എന്താ ഒരു ഇങ്ങനത്തെ ചെരുപ്പ് കടയാണ്. ഇവിടെ സ്റ്റോറേജ് റൂമാണ്. അതായിരിക്കും ഇവിടെ ഒരു വലിയ മരമുണ്ട്, അത് കൂട്ടാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ, അത് നമ്മുടെ മരത്തിനെ ചെയ്യണം. എന്നിട്ട് ഇവിടെ ഞാനൊരു പൂള് വരച്ച് ഇവിടെ ആരുണ്ട് ഇങ്ങനെ. റിസോർട്ടാണോ അടുത്തത്? അല്ല, ഇത് പൂളാണ്. പൂള് മാത്രമേ ഉള്ളൂ. പബ്ലിക് പൂളാണ്. ഇതേ കയറി ഉടുപ്പിങ്ങനെ. ഇവിടെ ലൈഫ് ഗാർഡ് ഉണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചില ഫ്ലോട്ടീസ് ഉണ്ട്. ഇത് സ്മോൾ പൂളാണ്, കിറ്റി പൂളാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ലേ ഡൗൺ ചെയ്യാനുള്ള ഈ ബെഞ്ചസ് ആണ്. എന്നിട്ട് അപ്പുറത്തത് സാത്തി റിക്വസ്റ്റ് ചെയ്തത്. സാത്തി സ്റ്റോക്കോ ഏറിയ. എന്നിട്ട് ഇത് സാത്തിയ സ്റ്റോക്കോ ഏരിയ എന്ന് ഇങ്ങനെ കഴിക്കാനുള്ള ഫുഡ് വരുന്നു. അത്രയുള്ള ഞാൻ ഇതുവരെ വരച്ചത്. നീ പറഞ്ഞ കുഞ്ഞിന്റെ അർബൻ പ്ലാനിങ് കഴിഞ്ഞില്ലേ?